ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എന്താണ് അമ്മ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നതെന്നറിയാമോ? ഇതാണ് നമ്മുടെ നാട്ടിലെ നല്ല ഒട്ടുമിക്ക നാട്ടുകളിലെയും ഷുഗർ ചേമ്പിൻ്റെ താളെന്നും ഇലയെന്നും ഒക്കെ പറയും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇന്ന് ഇവനെ റെഡിയാക്കാനെ കൊണ്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ തോലിങ്ങനെ ഇടിച്ച് കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് ദാണ്ട് അമ്മ ചകാന്നും പറഞ്ഞുകൊണ്ട് അരിഞ്ഞു കൂട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരിഞ്ഞു കൂട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് വേണ്ട ചേരുവകളാണ് ആദ്യം തന്നെ ഇഞ്ചിയല്ല വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടെ ചതച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിൽ അങ്ങ് ചതച്ച് വാരി എടുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് കുഞ്ഞുള്ളിയും പിന്നെ ഒരു സവാള എങ്ങാണ്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ ആകെ എന്നോട് പറഞ്ഞൊരു ജോലി തണ്ട പച്ചമുളക് ഇങ്ങോട്ട് എടുക്കാൻ കേട്ടോ. അത് ഞാൻ ഭയങ്കര ആതിഥ്യ മര്യാദയോട് കൂടി തന്നെ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ അതും കണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ റെഡിയാക്കാനെ കൊണ്ട് പോകാം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മളുണ്ടല്ലോ കുറച്ച് അരിയും കൂടി ഇടും. അരി തണ്ടിങ്ങനെ പൊരിഞ്ഞ് തണ്ടിങ്ങനെ ഒരു പരുവായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചേക്കുന്ന ഈ ചേമ്പുംതാളും സാധനങ്ങളും എല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഒന്ന് ആവി വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇതിന് മുകളിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ഇളക്കി നമ്മൾ അടുപ്പത്തേക്ക് അങ്ങ് വെക്കുക കേട്ടോ. ഇനി ഇത് കുറച്ച് ആവിയിൽ ഇങ്ങനെ ഇരുന്ന് വേവണം. അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റോളം ഇവിടെ ഇങ്ങനെ പൊത്തി തപ്പി ഇങ്ങനെ വെച്ച് അടച്ചു വെച്ചാൽ മതി. ഇനി ഇതിപ്പോൾ പൊക്കുമ്പോഴത്തേക്കിനും നല്ല ആവി വറന്ന് നമ്മുടെ ഷുഗർ ചേമ്പ് താള് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു, ഓക്കേ.